ഇദ്ദേഹം പോയത് നമ്മുടെ പഴയ നാടോടിക്കാറ്റിലൊക്കെയുള്ള ഡ്രസ്സ് ധരിച്ച് ഏതാണ്ട് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ചെന്നിരുന്ന് ഇൻവെസ്റ്റേഴ്സിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധനം കയ്യിലുണ്ടോ എന്ന് പറയുന്ന ഒരു കോഡ് വിളിച്ച് പറഞ്ഞ് അവർ സാധനം കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് കണ്ടതാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കഥയാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. പിന്നെ ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് പറഞ്ഞത് അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ, രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സൺഡേക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച് അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം, കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രിയെ ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അവസ്ഥ. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഐ ഹാവ് മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. ഇനി വേണ്ട. രതീഷ് ചക്രപാണി, ദൃശ്യത്തിലെ നമ്മുടെ ജോർജ് കുട്ടി പറയുന്നൊരു കാര്യമുണ്ട്. അതായത് തിരിച്ചും മറിച്ചും ചോദിക്കും, പക്ഷേ നമ്മൾ പാറേപ്പള്ളി ധ്യാനം കൂടാൻ പോയി എന്നേ, ആ ദിവസം ധ്യാനം കൂടാൻ പോയെന്നേ പറയാവൂ എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു വിശ്വവിഖ്യാതമായൊരു ഡയലോഗും സീനും നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിക്ക് നമ്മുടെ ജോർജ് കുട്ടിയെ പോലെ തിങ്കളാഴ്ച പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാനായില്ല എന്ന് തോന്നുന്നുണ്ടോ രതീഷ് ചക്രപാണിക്ക്? അദ്ദേഹത്തിന് ഉറച്ചു നിൽക്കാനായില്ല. കാരണം കള്ളം പറഞ്ഞാൽ പലപ്പോഴും അദ്ദേഹം കയ്യോടെ തന്നെ പിടിക്കപ്പെടാറുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. ഈ ആദ്യത്തെ സംഭവം ഉണ്ടായ അന്ന് വൈകുന്നേരം തന്നെ ഞാനിവിടെ ചർച്ചയ്ക്കിരിക്കുമ്പോൾ പറഞ്ഞതാണ്, ഇതിൽ ദുരൂഹതയൊന്നുമില്ല, മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്നുള്ളത് പറഞ്ഞതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ഗ്രൂപ്പ്, ഒരു ഇൻവെസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് അവിടെ വന്നിരിക്കുന്നു, അവരോ ഡിന്നർ മീറ്റിങ്ങിനാണ് പറഞ്ഞേക്കണത്. പക്ഷേ പെട്ടെന്ന് അവർ ഉച്ചക്ക് അല്ലെങ്കിൽ രാവിലെ തന്നെ വിളിച്ചു പറയുന്നു അവർക്ക് പെട്ടെന്ന് ഡൽഹിക്ക് പോകണം, അതുകൊണ്ട് താനിങ്ങോട്ട് പെട്ടെന്ന് വരണം, അല്ലെങ്കിൽ നിങ്ങളിങ്ങോട്ട് പെട്ടെന്ന് വരണമെന്ന് പറയുമെന്ന്. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയോട് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പ് പറയുമോ? അങ്ങനെ പറഞ്ഞാൽ ഇനി അവർ എത്ര വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും അങ്ങോട്ട് പോട്ടേന്ന് വിചാരിക്കണം. കാരണം ഒരു കേരള മുഖ്യമന്ത്രി, അതും ഇവിടെ വലിയ ദുരന്ത സമാനമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം, അതുകൊണ്ട് താങ്കൾ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നേക്കൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രി വരാമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയോട് ആരെങ്കിലും പറയുമോ? വേണ്ട. ഏതെങ്കിലും ഒരു രാജ്യത്തെ ഏതെങ്കിലും ഒരു ഗവർണറോട് പോലും അത്തരത്തിൽ ആളുകൾ ഡിമാൻഡ് പറയുമോ? അത് തന്നെ അസംബന്ധമാണ്, അത് തന്നെ കള്ളമാണ്. ഖേദമുണ്ട് പറയാൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, പക്ഷെ പറയാതിരിക്കാൻ വഴിയില്ല, അത് തന്നെ കള്ളമാണ്. അതിനുശേഷം അദ്ദേഹം ഇന്ന് പറഞ്ഞേക്കുന്ന ഒരു വാചകം, ഞാൻ കൊച്ചിയിൽ ഉണ്ടായത് കൊണ്ട് അവരൊന്ന് കണ്ടുവെന്നേ ഉള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ അവർ അത്ര വലിയ ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പല്ല, അവർ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയനെ കണ്ടിട്ട് വന്നതല്ല, അവരെ യഥാർത്ഥത്തിൽ പിച്ച് ചെയ്ത് കേരളത്തിലേക്ക് തന്നെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ തമിഴ്നാട് പിടിച്ചുകൊണ്ട് പോകും എന്നുള്ളതിലേക്കാണ് പറയുന്നത്. ഇതിനേക്കാൾ ഭേദം ശരത്ത് പറഞ്ഞ പോലെ അദ്ദേഹം മറ്റൊരു കഥ ഏതെങ്കിലും പറയുന്നതായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ലോഗ് ബുക്കിൽ 2-3 മണിക്കൂർ അദ്ദേഹം എവിടെയായിരുന്നു എന്നുള്ളതില്ല. എന്ന് പറഞ്ഞാൽ സാധാരണ പിണറായി വിജയനോ മുഖ്യമന്ത്രിമാരോ ഒക്കെ കേരളത്തിൽ ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, മന്ത്രിമാരുണ്ടാവും ഒരു ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പിനെ കാണാൻ. പക്ഷേ ഇദ്ദേഹം പോയത് നമ്മുടെ പഴയ നാടോടിക്കാറ്റിലൊക്കെയുള്ള ഡ്രസ്സ് ധരിച്ച് ഏതാണ്ട് റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ചെന്നിരുന്ന് ഇൻവെസ്റ്റേഴ്സിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധനം കയ്യിലുണ്ടോ എന്ന് പറയുന്ന ഒരു കോഡ് വിളിച്ച് പറഞ്ഞ് അവർ സാധനം കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് കണ്ടതാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു കഥയാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. പിന്നെ തൊട്ട് മുമ്പത്തെ പത്രസമ്മേളനത്തിൽ മറ്റൊരു കാര്യം കൂടി ചോദിച്ചു, കോഡ് ഹെലികോപ്റ്റർ ആയിരിക്കുമോ? ആ കോഡ് ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ്, ചിലപ്പോൾ അദാനിന്നോ അംബാനിന്നോ ആയിരിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കോഡ് ചിലപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് ആയിരിക്കും. ശരി, ഒരു വാചകം കൂടി പറഞ്ഞോട്ടെ. ഇതുപോലെ തന്നെ അദ്ദേഹം കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ഒരു വാചകത്തിന്, ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയാതെ നിങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിച്ചോളൂ എന്നൊരു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ആ ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, നിങ്ങൾ ബൈ മീ കോഫിയുടെ കോഴിക്കോടുള്ള ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് 5 മരണം നടന്ന സ്ഥലമുണ്ടായല്ലോ, അവിടേക്ക് നിങ്ങൾക്കൊന്ന് എത്തി നോക്കാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിൽ നിന്നും ഉടനെ സ്കിപ്പ് ചെയ്തു. ഇത് തന്നെയാണ് ശരത്ത് ഇവിടെ പ്രശ്നം. കാരണം ഒരു മുഖ്യമന്ത്രി, ഒരു സ്റ്റേറ്റിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ ലെവലിൽ പെരുമാറുന്നു എന്ന് കണ്ടാൽ അതിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ തോന്നിയതുപോലെ പെരുമാറും. അതാണ് ഇന്നൊരു വില്ലേജ് ഓഫീസർ ദുരന്ത സ്ഥലത്ത് നിൽക്കുന്നവരുടെ ഈഗോയാണെന്ന് പറഞ്ഞത്. ഒരൊറ്റ
ഒരൊറ്റ വാചകവും കൂടി, അതാണ് വിഴിഞ്ഞത്ത് ബോട്ടപകടത്തിൽ കാണാതായിട്ടുള്ള ജോണിനെ കാണാൻ വേണ്ടി അതിൻ്റെ മകൾ ചെന്നിരിക്കുമ്പോൾ ഒരു 5-6 പേരെ കാണാൻ പോയാൽ മാത്രമേ ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റൂ എന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പറയുന്നതിൻ്റെ പ്രശ്നം ഇതുപോലെ മുഖ്യമന്ത്രി പെരുമാറുന്നതാണ്, കള്ളം പറയുന്നതാണ്.